ആ ചോദ്യം ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഒരു രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് ലോക്കപ്പിലിടുകയും ജയിലിലടയ്ക്കുകയും ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിച്ചത് നമ്മുടെ ഇന്ത്യയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. വിദേശ രാജ്യങ്ങളടക്കം അപലപിച്ചു. വിദേശ രാജ്യങ്ങൾ അപലപിച്ചപ്പോൾ ഒരു രാജ്യത്തോട് മാത്രമാണ് BJP ഗവൺമെൻറ് പ്രതികരിച്ചത്. അത് ജർമ്മനിയോട് മാത്രമാണ് പ്രതികരിച്ചത്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാണെന്ന് പറഞ്ഞു. എന്നാൽ സെയിം കാര്യം തന്നെ അമേരിക്കയും പറഞ്ഞു. അപ്പോൾ അമേരിക്കയോട് അങ്ങനെ ശക്തമായിട്ട് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് പറയാത്തത് എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ വിദേശ രാജ്യങ്ങൾക്കടക്കം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടത്തുന്ന ജനാധിപത്യ ധ്വംസനങ്ങൾ അല്ലെങ്കിൽ ഉന്നതരായിട്ടുള്ള ആളുകളെ അനാവശ്യമായിട്ട് കേസിൽ ഉൾപ്പെടുത്തി അവരെ ഭീഷണിപ്പെടുത്തി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക, ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 500-ലധികം മുൻ കോൺഗ്രസ് നേതാക്കളെ BJPയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. മുൻ കേന്ദ്രമന്ത്രിമാർ, PCC പ്രസിഡന്റുമാർ, അതുപോലെ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിമാർ തുടങ്ങിയ എല്ലാ ആളുകളെയും അവരപ്പുറത്ത് എത്തിക്കുന്നത് ഇങ്ങനെ ത്രട്ടനിങ് നടത്തിയിട്ടാണ്, ഭീഷണിപ്പെടുത്തിയിട്ടാണ്. അവർ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ നേതാക്കളെയും അവർ വരുതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ്. കെജ്രിവാളിനെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് കൊടുത്തില്ല. അല്ലെങ്കിൽ അതുപോലെ ആർജവം കാണിക്കുന്ന ആളുകളെ അവരെ എങ്ങനെയൊക്കെ ട്രാപ്പ് ഉണ്ടാക്കി അതിൽ പെടുത്തി അവരെ ജയിലിലടയ്ക്കുക, അവർ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കുക, തങ്ങൾക്കെതിരായിട്ട് ആരും ശബ്ദിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. അതാണ് അതിൻ്റെ പിന്നിൽ. ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്ത് ചെയ്യേണ്ട കാര്യമില്ല. 2021 ഒരു നയം രൂപീകരിച്ചപ്പോൾ അതിന് പറ്റിയ പാളിച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടപടിയെടുക്കട്ടെ. ഒരാൾ അഴിമതിയോ കള്ളത്തരോ ചെയ്ത് ആരെയും രക്ഷിക്കണമെന്ന് ഞങ്ങൾ പറയൂല. പക്ഷേ അത് ഈ സമയത്തല്ലല്ലോ ചെയ്യുന്നത്. എത്രയോ സമയം 2021 മുതൽ 24 ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നവരെ സമയമുണ്ടായിരുന്നല്ലോ. ആ സമയത്തൊന്നും ചെയ്യാതെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഒരു മുഖ്യമന്ത്രിയെ രാമായണം പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു, അവിടെ ലോക്കപ്പിൽ ഇടുന്നു, അതിനുശേഷം പിന്നെ റിമാൻഡ് ചെയ്യുന്നു. ഇതൊക്കെ അത് ഒരു മുഖ്യമന്ത്രിയോട് അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. പിന്നെയാണോ നിങ്ങൾ എന്നുള്ള ചോദ്യം സാധാരണക്കാരോട് ചോദിക്കുകയാണ്. ആരെയും എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജനാധിപത്യം തകർന്ന് അവിടെ ഏകാധിപത്യമോ അല്ലെങ്കിൽ ഫാസിസത്തിലേക്കോ ഒക്കെ പോകുന്ന ഒരു പ്രവണത പ്രതിഫലിക്കുന്നത്. മണിപ്പൂരിൽ സെപ്റ്റംബർ 3 തുടങ്ങിയതാണ്. 2023 സെപ്റ്റംബർ 3 മണിപ്പൂരിൽ കലാപം ആരംഭിച്ചത്. കലാപം ആരംഭിച്ച് ഇതുവരെ പ്രധാനമന്ത്രി അങ്ങോട്ട് പോയിട്ടില്ല എന്ന് എല്ലാ ഭാഗത്തുനിന്നും ഉയരുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് പോകുന്നില്ല? അവിടെ 2 വിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അത് കുക്കി വിഭാഗത്തെ അതുപോലെ മൈത്തി വിഭാഗത്തെയും 2 കൂട്ടരെയും തമ്മിലടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തമ്മിലടിപ്പിച്ച് എത്ര ആളുകളാണ് മരിച്ചു പോയത്, എത്ര പേരുടെ ജീവനാണ് നഷ്ടം. ഇപ്പോഴും അത് കലാപം കെട്ടടങ്ങിയിട്ടില്ല. കലാപം കെട്ടടങ്ങാൻ വേണ്ടി ഒരിക്കൽ പോലും പ്രധാനമന്ത്രി ഇടപെട്ടിട്ടില്ല എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ആകെ പോയത് അമിത്ഷായാണ്. അമിത്ഷാ പോകുന്നത് തന്നെ അവിടെ പ്രശ്നം ലഘൂകരിക്കാനല്ല, പ്രശ്നം രൂക്ഷമാക്കാൻ വേണ്ടിയാണ് എന്നാണ് അവിടെ നിന്നുള്ള വാർത്തകൾ വരുന്നത്. ഇല്ല, കഴിയില്ല. അത് ശരിയായ ചോദ്യം തന്നെയാണ്. ഇപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠ നടത്തുന്നു, അല്ലെങ്കിൽ ശ്രീരാമക്ഷേത്രം പണിയുന്നു, അല്ലെങ്കിൽ മറ്റ് സിറ്റിസൺഷിപ്പ് ആക്ട് ഭേദഗതി ചെയ്യുന്നു. ഇതൊക്കെ എന്ന് വെച്ചാൽ മനുഷ്യരെ ഡിവൈഡ് ചെയ്യുക എന്നുള്ള വലിയ ഒരു തന്ത്രം തന്നെയാണ്. ബ്രിട്ടീഷുകാർ ചെയ്തതാണ്. ആ ബ്രിട്ടീഷുകാർ ചെയ്തതിനേക്കാൾ ഫലപ്രദമായിട്ടാണ് ഇപ്പോൾ BJP ഗവൺമെൻറ് ചെയ്യുന്നത്. ഭൂരിപക്ഷത്തിനെയും എങ്ങനെ വൈകാരികമായിട്ട് തെരഞ്ഞെടുപ്പിൽ അണിനിരത്താൻ കഴിയും. ഭൂരിപക്ഷവും പട്ടിണി കിടക്കുന്നുണ്ട്, ഭൂരിപക്ഷവും നിരക്ഷരാണ്, ഭൂരിപക്ഷവും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ. ഞാൻ പറഞ്ഞല്ലോ, അസമത്വങ്ങൾ നമ്മുടെ രാജ്യത്ത് പെരുകുകയാണ്. ഭൂമി ഉണ്ടായിരുന്ന ആളുകൾ ഭൂമി നഷ്ടപ്പെടുക, പാവപ്പെട്ടവരുടെ, ആദിവാസികളിലടക്കം ഭൂമി നഷ്ടപ്പെടുകയാണ്. ഉള്ളവർ കൂടുതൽ സമ്പന്നരാവുക, സമ്പത്ത് മുഴുവൻ ചില ന്യൂനപക്ഷങ്ങൾ പിടിച്ചെടുക്കുകയും ബാക്കി മഹാപുരുഷം ദുരിതത്തിലേക്ക് പോവുക. ആ കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നില്ല. വൈകാരികമായിട്ട് മനുഷ്യനെ ഏകോപിപ്പിച്ച് നിർത്തുക എന്നുള്ള തന്ത്രമാണ് അവർ പ്രയോഗിക്കുന്നത്, അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്.
അതിനുവേണ്ടിയാണ് ഈ മനുഷ്യനെ ഇത് വിഭജിക്കുന്നത്. കൂടുതൽ സീറ്റ് കിട്ടാൻ അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് മാറ്റിയത്. ഓരോ സമയത്തും തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യേണ്ട ഡേറ്റ് ഇങ്ങനെ മാറ്റി കൊണ്ടുപോയത്. ആദ്യം മാർച്ച് 6-ന് പറഞ്ഞാണ്, പിന്നെ 8-ന് പറഞ്ഞാണ്, പിന്നെ 13-ന് പറഞ്ഞാണ്, പിന്നെ അങ്ങനെ 15-ന് അങ്ങനെയാണ് പിന്നെ 17-ലേക്ക് എത്തിയത്. അതിങ്ങനെ BJPക്ക് അനുകൂലമായിട്ട് എങ്ങനെ ജനതയെ മാറ്റിയെടുക്കാൻ കഴിയും, അതാണ് അവസാനം. കുറേ പേരെ ഭീഷണിപ്പെടുത്തി മാറ്റുക, കുറേ പേരെ അടച്ച് മറ്റുള്ളവരെ തങ്ങൾക്കെതിരായി മാറാതിരിക്കാൻ വേണ്ടിയുള്ള മുന്നറിയിപ്പ് കൊടുക്കുക. ഇതെല്ലാം ചെയ്താലും BJPക്ക് വേണ്ടത്ര ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ള തോന്നൽ കൊണ്ടാണ് ഇലക്ഷൻ ഡിക്ലറേഷൻ തന്നെ നീട്ടിക്കൊണ്ടുപോയത്. പ്രധാനമന്ത്രി ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഓടി നടക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. അപ്പോൾ ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ ഭൂരിപക്ഷം ലഭിക്കാതിരിക്കണം എന്നാണ് ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികളെല്ലാം ആഗ്രഹിക്കുന്നത്. ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികൾക്ക് കൂടി വലിയ ശക്തി നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,20,000 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിൽ നേരത്തെയൊക്കെ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് മാറ്റിവെച്ചത്. എന്നാൽ ഈ വർഷത്തെ ബഡ്ജറ്റിൽ കേവലം 60,000 കോടി രൂപയായിട്ട് ചുരുങ്ങി. അപ്പോൾ കൂലി കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള പൈസ വയ്ക്കണ്ടേ ബഡ്ജറ്റിൽ വെച്ചില്ല. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കൂലി കൂട്ടി എന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടി മാത്രമാണ്. കൂലി കൂട്ടി കൊടുക്കണമെങ്കിൽ നിലവിലുണ്ടായിരുന്ന ബഡ്ജറ്റ് വീതം വയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് പകുതിയായി കുറച്ചു. അത് വർദ്ധിപ്പിക്കണ്ടേ? ബഡ്ജറ്റിൽ വിഹിതം വർദ്ധിപ്പിക്കാതെ കൂലി കൂട്ടിക്കൊടുക്കുക എന്ന് ഇപ്പോൾ പറയുന്നത് അത് തീർച്ചയായിട്ടും തൊഴിലുറപ്പ് തൊഴിലാളികളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ പറ്റുമെന്നുള്ള സമീപനമാണ് സ്ഥിതി. എന്നാൽ കേരളത്തിൽ മാത്രമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധിയും മറ്റ് ആനുകൂല്യം കൊടുക്കാൻ വേണ്ടിയുള്ള നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ആ നിയമം ഉണ്ടാക്കാത്തത്, അല്ലെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ഉണ്ടാക്കാത്തത്? എന്തെങ്കിലും BJP കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമം കൊണ്ടുവരാത്തത്? തൊഴിലുറപ്പ് തൊഴിലാളികളോട് ഇത്രയേറെ സ്നേഹമുണ്ടെങ്കിൽ കേരളത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക ക്ഷേമനിധി ബോർഡും അതിൻ്റെ പ്രവർത്തനവും നടത്തി. അത് ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. ആ മോഡലിൽ മറ്റു സ്ഥലത്ത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇത് കേവലം വോട്ട് തട്ടുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം മാത്രമാണ്. എന്ത് നിലപാടാണ് ഒരു ദേശീയ പ്രാധാന്യമുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ടിയല്ലേ കോൺഗ്രസ്? ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഇന്ത്യക്ക് എന്തൊക്കെ പറഞ്ഞാലും സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ നല്ല പങ്കുവഹിച്ചൊരു പാർട്ടിയാണ്. ആ ദേശീയ പാരമ്പര്യം എന്തെങ്കിലും അവകാശപ്പെടാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ആ പാർട്ടി മാറി. കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ആ പാർട്ടിക്കില്ല. BJPയെ നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരു അജണ്ടയില്ല. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെടാനുള്ള ഒരു അജണ്ട ഇല്ലാത്ത ഒരു സ്ഥിതിയാണ്. അതുതന്നെയാണ് കോൺഗ്രസിൽ നിന്ന് ആളുകൾ, പിന്നെ പ്രമുഖരായിട്ടുള്ള ആളുകളടക്കം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 500-ലധികം കോൺഗ്രസിൻ്റെ സമുന്നതരായിട്ടുള്ള നേതാക്കളാണ് പോയത്. കേരളത്തിനും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആരൊക്കെയാണ് പോവുക എന്നുള്ളത് നമുക്കിനി കണ്ടറിയണം. ഇവർ തന്നെ പറഞ്ഞു, പത്മജ വേണുഗോപാൽ എന്ന് പറഞ്ഞ ആരാ? നമ്മുടെ K. കരുണാകരൻ അല്ലേ, കോൺഗ്രസിൻ്റെ അനിശ്ചിത നേതാവായ ഒരു വ്യക്തിയുടെ മകളാണ്. അവർ പറഞ്ഞ് മുരളീധരനും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്.